വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തിക്കറിയും മത്തി പൊരിച്ചതും പിന്നെ ഒരു ചീര വറവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടുകൊടുത്ത് ഉലുവയും അത് പൊട്ടിയതിന് ശേഷം നമ്മൾ ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊത്തി വെച്ചെടുക്കാം. പുളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിൽ കുതിർത്താൻ. നമ്മുടെ ഉള്ളിലേക്ക് ഒരു തക്കാളി ഇട്ടെടുക്കാം. 2 പച്ചമുളക്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ 4 സെക്ഷനായിട്ട് ഉണ്ടാവില്ല. ഇത് നമുക്ക് കറികളതെല്ലാം ഒന്നിച്ചിടാം. ഇതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, അങ്ങനെ ഓരോന്നായിട്ട് പെട്ടെന്ന് നമുക്ക് എടുത്തിട്ടുണ്ട്. ഇത്രയും എടുത്തിട്ടുണ്ട്. മുട്ടയുണ്ട് മീനിൻ്റെ. ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീനിൻ്റെ മുട്ട ലാസ്റ്റ് ഇടുന്നില്ല, ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ മീനിന് മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് മുട്ടയും കൂടി സൈഡിലിട്ടിട്ട് നമുക്കൊന്ന് മസാല വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫുഡ് വെക്കാനാണ് വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1 സ്പൂൺ വരെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. പിന്നെ പച്ചമണം മാറണം. ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച പുളിവെള്ളമില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളക്കിട്ട് അതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചച്ചീര ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ചിട്ട് കഴുകാം. കാരണം ഇതിൽ നല്ല പൂഴി ഉണ്ടാവും. മുറിക്കുന്നതിന് മുന്നേ കഴുകിയാലും ശരിയാവില്ല. മുറിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ലോണം അതിൻ്റെ മണ്ണിൽ പോകും. അപ്പോൾ നമുക്കിത് മുറിച്ചിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. മത്തിയാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് മീൻ വെന്ത് വരുന്നേരം നമുക്കൊന്ന് അടച്ചു വെക്കാം. നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. മീനെല്ലാം വന്നിട്ടുണ്ട്. വേണ്ട, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ എയർടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ചീര മത്തച്ചാല വെക്കുമ്പോൾ നമുക്ക് ഇലയിലും ചീഞ്ഞ് പോകും. ഇതാകുമ്പോൾ നമ്മളിപ്പോൾ എയർടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് 2-3 ദിവസം വരെ അതുപോലെ നോക്കും. നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചീരക്ക് വേണ്ടിയിട്ടാണ്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടാണ് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2-3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചീരയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളിയും ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് ഇളക്കിയിട്ട് ഒന്ന് ഒത്തി വെച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചീര റെഡി. അല്ലേ, വെളിച്ചെണ്ണ വെച്ച് ചൂടായിട്ടുണ്ട്. മീൻ ഇതിലേക്ക് ഇട്ടുള്ളത് മുട്ടയാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ടു. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. 3 ഐറ്റംസാണ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.